ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ മൂന്നാർ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ മൂന്നാറിൽ നിന്ന് ചെറിയൊരു പ്ലാനിങ്ങിൽ മാറ്റം വരുത്തുകയാണ്. അതായത് മൂന്നാർ വന്ന് നമ്മൾ യാത്ര കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വട്ടവടയ്ക്കും കൂടി പോകണം അല്ലേ? അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ വട്ടവടയ്ക്കും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മൂന്നാർ മാത്രം പ്ലാൻ ചെയ്താണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പെട്ടെന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്തയും കൂടി ബോധോദയം. വട്ടവടയും കൂടി പോയാൽ എന്താണ് കുഴപ്പം? കാരണം നമുക്ക് അന്ന് നമ്മൾ ഇതിന് മുമ്പ് ഒന്ന് വട്ടവട പോയെങ്കിലും നമുക്ക് അന്ന് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ വണ്ടിക്ക് അന്ന് പെട്രോൾ ലീക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തലേന്ന് വൈകുന്നേരം ചെന്നു, രാത്രി അവിടെ കിടന്നുറങ്ങി രാവിലെ തന്നെ പോകുന്നു. എവിടെ ഒന്നും കാണാനൊന്നും പറ്റിയില്ല. ഫുള്ള് ടെൻഷൻ ആയിരുന്നു ഞങ്ങൾക്ക്. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഫുള്ള് ലീക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് രാത്രി അവിടെ എത്തി, രാവിലെ പോകുന്നു, അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് അങ്ങ് വിടുകയാണ്. വട്ടവടയിലെ ഒരു കൃഷി ഗ്രാമമാണ്, മൊത്തത്തിലുള്ള കൃഷി ഗ്രാമമാണ്, ഫാമിംഗ് വില്ലേജ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ 42 കിലോമീറ്ററാണ് നമുക്ക് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ കേരളം മൊത്തം സൈക്കിളിൽ കറങ്ങുന്ന ഒരു ഫാമിലി ഉണ്ട്. അവരെയും കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് അവരെ വിശേഷങ്ങളും കൂടി അറിഞ്ഞിട്ട് നമുക്ക് നേരെ വിടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഫാമിലിനെ പരിചയപ്പെട്ടു കേട്ടോ. ഇവരെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ഒന്നും കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്താം കേട്ടോ. പേരെന്തായിരുന്നു? വർദ്ധ. ആഷിഖ്. കുഞ്ഞൊരാളും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ പരിപാടി? എന്താ ആര്യൻ? തണുപ്പുണ്ടോ മൂന്നാറില്? തണുപ്പുണ്ടോ? തൊപ്പി സെറ്റർ കിട്ടുന്നുണ്ട്. അപ്പൊ തണുപ്പുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ട്രിപ്പൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. മൂന്നാർ ചവിട്ടാൻ പറ്റുന്നുണ്ടോ? മൂന്നാർ ഇങ്ങോട്ട് കേറി പോകുന്നപ്പോ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഈസി ആയിരിക്കും ഇറങ്ങാൻ. ഇനി ഇറങ്ങാൻ എളുപ്പമാണല്ലോ അല്ലെ? ഇവിടെ ഓൾമോസ്റ്റ് കറങ്ങി കഴിഞ്ഞോ? മൂന്നാർ ഏറെക്കുറൊക്കെ 3 ദിവസമായിട്ട് മൂന്നാറുണ്ട്. ഇനി എത്ര ജില്ലയും കൂടെ ബാക്കിയുണ്ട്? ഒരു 5 ജില്ലയും കൂടെ ഉണ്ട്. ഞങ്ങള് കോട്ടയാ പോണത്. കോട്ടയം. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡിസംബർ 31 ന്യൂ ഇയറിന്റെ തലേ ദിവസം ഇറങ്ങിയത്. 3 മാസത്തോളം കഴിഞ്ഞു. എങ്ങനെ ചവിട്ടുമ്പോ വല്ല ബുദ്ധിമുട്ടും തോന്നുന്നുണ്ടോ? ഇപ്പോ കയറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മള് കയറി കഴിഞ്ഞിട്ട് എത്തുന്ന സ്ഥലങ്ങള് അവിടെ എത്തുമ്പോ കയറിയതൊക്കെ മറക്കും. എങ്ങനെയുണ്ട് ചവിട്ടാൻ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? സുഖാണോ? ആണ്. സ്കൂളിൽ പോണില്ലേ? ഇനി ഓൺലൈനില് സ്കൂള്. നമുക്ക് കുഞ്ഞാനേനെ കുറച്ച് കളയുമ്പോ അങ്ങനെ ചേർത്താം, എന്നിട്ട് നമുക്കും പോവാം. അത് ഇതാ ഒരാള് ഇവൻ ചവിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അവന്റെ സൈക്കിൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ പറ്റും, കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങള് താമസിക്കുന്നത് വണ്ടിയിലാണ്. നിങ്ങൾ എവിടെയാ താമസിക്കുന്നതൊക്കെ ചോദിക്കണല്ലോ. എവിടെയാണ് താമസവും കാര്യങ്ങളൊക്കെ? ഞങ്ങളടുത്ത് ടെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ നമ്മള് ടെന്റ് അടിക്കാൻ പറ്റുന്നിടത്തൊക്കെ ടെന്റ് അടിച്ച് നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങള് റൂം എടുത്ത് നിൽക്കാറാണ്. എല്ലായിടത്തൊന്നും നമുക്ക് ടെന്റ് അടിക്കാൻ അങ്ങനെ പറ്റാറില്ല. അപ്പൊ അധികം റൂം എടുക്കും. പിന്നെ ഇതേപോലെ ഇപ്പൊ വീഡിയോസ് ഒക്കെ കണ്ട് ഓരോരുത്തർ സ്റ്റേ അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഫുഡ് ഇതേപോലെ നമ്മളടുത്ത് കുക്ക് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, നമുക്ക് ക്ഷീണമായതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ അധികം കഴിയലില്ല. അപ്പൊ അത് പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഒരു സ്പ്രേ വിറ്റിട്ടുള്ള അതിന്റെ പൈസ കൊണ്ടാണെന്ന്. സ്പ്രേയുടെ കാര്യങ്ങളൊക്കെ നമ്മള് ഇങ്ങനെ പോണ വഴിയിൽ ഇങ്ങനെ പെർഫ്യൂം സെയിൽ ചെയ്തിട്ട് ഡെയിലി എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ട് അങ്ങനെ റൈഡ് ചെയ്ത് പോണത്. എല്ലായിടത്തൊന്നും സെയിൽ ചെയ്യാറില്ല. നമ്മള് കാലിക്കറ്റ് ബീച്ചിലൊക്കെ നിന്ന് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചില സ്ഥലങ്ങളിൽ ആളുകൾ ചോദിക്കാറുണ്ട് എവിടെയുള്ള പെർഫ്യൂം. അങ്ങനെയൊക്കെ പെർഫ്യൂം സെയിൽ ചെയ്തിട്ടാണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. ഓൺലൈൻ ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇതുവരെ ഉണ്ടായില്ല. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓൺലൈനിലും ചെയ്യല്. അപ്പൊ ഓൺലൈനിൽ നിങ്ങൾ എങ്ങനെയാ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. ഓർഡർ എല്ലാം കൂടി എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഓർഡർ ഒന്നിച്ച് വരുമ്പോ നമ്മൾ അങ്ങനെ കൊറിയർ ചെയ്ത് കൊടുക്കല. അപ്പൊ ആർക്കെങ്കിലൊക്കെ സ്പ്രേയും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ഇവരൊന്ന് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും കൊറിയർ ആയിട്ട് ഇവർ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവര് പോവാണ് കേട്ടോ അല്ലേ? കാരണം ഇവർക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. നമ്മുടെ അടുത്ത് കഥയും പറഞ്ഞു തന്നാലേ സമയം പോകും. അത് മാത്രല്ല അതെ വെയിലും കൂടി ആവുമ്പോഴേ അതൊന്നും കൂടി ബുദ്ധിമുട്ടാവും. ഇത്രയും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ചവിട്ടി ഇവര് കഷ്ടപ്പെടുന്നത്. നല്ല ടാസ്ക് തന്നെയായിരുന്നു.
എന്തായാലും ഈ സെറ്റപ്പ് കൊള്ളാം കേട്ടോ, ഈ സെറ്റപ്പ് കൊള്ളാം. അയ്യോ കാണലുണ്ട് നമുക്ക് താങ്ങൂല, ഇത് തന്നെയായിട്ട് നമുക്ക് നീങ്ങുന്നില്ല. കാണല് ഇത് കാഴ്ചക്ക് കണ്ടു പൊയ്ക്കോ. ടാറ്റാ. അതൊരു ടോറസ് ഓടിക്കുന്ന ഫീലല്ലേ? ട്രെയിലർ ട്രക്കാണത്. ഓക്കെ. അപ്പൊ നമ്മളും ചെറിയൊരു സ്പ്രേ മേടിച്ചു. ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണല്ലോ. അതെ, എല്ലാരും കാണുന്നവരൊക്കെ ഓരോ സ്പ്രേയും അത്രയൊക്കെ മേടിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് പോയാലോ എന്നാ? അല്ല, നമ്മളിന്ന് രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അതാ ഞാൻ വണ്ടി നിർത്തിയേ. അത് മാത്രല്ല, നിനക്ക് വിശക്കുന്നില്ലല്ലോ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ കല്ലൊന്നും തിന്നില്ലല്ലോ. അപ്പൊ 11 മണിയായിട്ടോ, നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കുറേ ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു കട കണ്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ് ആ കടയിൽ എപ്പോഴും. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. വെജാന്ന് തോന്നുന്നത്, വെജ് അല്ല അല്ലേ? വെജ് അല്ല, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് വെജ് കിട്ടും. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. മൂന്നാർ വന്ന നല്ലൊരു സ്പോട്ടും കൂടി കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. KSRTCന്റെ തൊട്ടടുത്താണ്. പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാവേ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കട കേട്ടോ. ജാൻസി ദോശയാണ് കഴിക്കുന്നത്. ചമ്മന്തി, സാമ്പാർ. കുഞ്ഞാറ്റയ്ക്കും ദോശ മതിയല്ലേ? അത് മതി. കൈ മാറ്റി കുഞ്ഞാ. ഇവിടുത്തെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഫുള്ള് തിരക്കാം. എങ്ങനെയുണ്ട്? അത് ഇവിടുത്തെ കടീന്റെ ചില്ല് കണ്ടാണ്ടല്ലോ കണ്ണു തളിക്കും. അത് നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ കാണിക്കാന്ന് വിചാരിച്ചിട്ടാ. നിറച്ച് ഇതാട്ടോ. ഞങ്ങള് പെട്ടെന്ന് കയറി ഇരിക്കാനുള്ള കാരണം ചായ വല്ലതും വേണോ? വേണ്ട, ചായ കയറിയിരിക്കാനുള്ള കാരണം പറയോ, സീറ്റ് കിട്ടില്ല. സീറ്റ് കിട്ടില്ല, അതാണ് ഫുള്ളാ. അതെ. ചേട്ടായിക്ക് വന്നിരിക്കുന്ന പൂരിയാണ് കേട്ടോ. വലിയൊരു പൂരി, രണ്ടെണ്ണം അല്ലേ? രണ്ടെണ്ണം. പക്ഷെ ഇത് കഴിച്ച് തീരുമോന്നുള്ള സംശയം. പൂരി സബ്ജി. അപ്പൊ വേഗം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടെ വേഗം ഇറങ്ങാട്ടോ. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടേ ഇരിക്കാൻ ഇവിടെ ആൾക്കാർ ക്യൂ ഉണ്ടാവും. ഇതുണ്ടോ, ഇത്രയും കടികൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഓരോ പരിപ്പോടെയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കടി കഴിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിൽ നിന്ന് കഴിക്കാം. ബാല റെസ്റ്റോറന്റ് ഇതാണ്. ദോശ തന്നെ വേഗം കഴിച്ച് ഇറങ്ങാണ് ചെയ്തേട്ടോ, നമുക്ക് ടൈം പോകും. അതെ, അപ്പൊ നമുക്ക് വേഗം വിട്ടാലോ എന്നാ? ഇല്ല, എന്താ പറയാ കാര്യം, 42 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ നേരെയുള്ള വഴി പോകുന്ന പോലെ അല്ലല്ലോ. ഇവിടെ ഇല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ അലിബാബാന്റെ റെസ്റ്റോറന്റ് ഉണ്ട്. അലിബാബ 41 കറിയാ? 41 സാധനങ്ങളൊന്നാണത്. ആണോ? കറിയല്ല. അല്ല, പക്ഷെ നമുക്ക് നോമ്പായതുകൊണ്ടേ വെറുതെ അവിടെ പോവാൻ പറ്റില്ലല്ലോ. അതെ അതെ. ഞാൻ ഇതുവരെ കേറാത്തൊരു കടയാണ്. ആണോ? എന്നാ കേറിയിട്ട് പോര്, ഞങ്ങൾ വണ്ടിയിലിരിക്കാം. കട കാണാനാ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ശരിക്കും ഈ റൂട്ട് പോയിട്ടാണുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഓവർ ഈ റൂട്ടിനെ പറ്റി വലിയ പറയാത്തതും കാണിക്കാത്തതും കേട്ടോ. എന്നാലും പിന്നെയും കാണിക്കണല്ലോ എന്ന് വിചാരിച്ച് കാണിക്കുകയാണേ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, അങ്ങോട്ട് പോകണം, വട്ടവടയ്ക്ക് പോകണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ യാത്രയിൽ വട്ടവട എന്നുള്ള ഒരു പ്ലാനിങ്ങേ ഇല്ലാണ്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് വട്ടവടയും കൂടെ കയറിയിട്ട് പോകാം എന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ വരുന്നില്ലല്ലോ. ഇല്ല. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ തേയിലത്തോട്ടങ്ങൾ തന്നെയാണല്ലേ. അത് മൂന്നാറിലെ വട്ടവടയിൽ ചെന്ന ഫുള്ള് കൃഷിയാണ് അവിടെ. നാച്ചുറൽ ആയിട്ടുള്ള കൃഷി ശരിക്കും. അത് മാത്രം കൊച്ചിന് ഓർമ്മയുണ്ട്. സ്ട്രോബെറി മാത്രമല്ലല്ലോ, ക്യാബേജ് ഉണ്ടായിരുന്നു, ബീട്രൂട്ട് ഉണ്ട്. ലിപ്സ്റ്റിക് ഇടേണ്ട പ്രായമാവട്ടെ, പറയാം കേട്ടോ. കുഞ്ഞാറ്റെ ഒരു പാട്ട് പാടാവോ? അമ്മായി ഞാൻ തന്നെ പഠിച്ചതാണ്. ആരെയും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞത് മാറ്റി വെക്കാൻ അറിയില്ലേ, അത് നമ്മള് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മള് ലിപ്സ്റ്റിക് പോലത്തെ ക്യാബേജ് അല്ല, പിന്നെ ബീട്രൂട്ട് ഇല്ലേ, അത് നല്ലതായിട്ട് അടിച്ചിട്ട് ഞാൻ അമ്മായി എനിക്ക് ലിപ്സ്റ്റിക് ഉണ്ടാക്കി തരാനായത്. അതിന് പാട്ട് പാട്. പാട്ട് പഠിക്കും. ആലോചിക്കാം കേട്ടോ. അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് അറിയുന്ന ഒരു പാട്ട് കുഞ്ഞാറ്റ പാടും കേട്ടോ. പാടും ഞാൻ. ചിങ്കാരപ്പെട്ടിക്കുള്ളിൽ പാട്ട് കേൾക്കണേല, അഭിനയിക്കണേലീല
നടക്കില്ല കളി നടക്കുന്ന കടവടി വാടകയിൽ പെട്ടി നല്ല പെട്ടി ചിങ്കാര പെട്ടി പെട്ടിയുടെ പേര് തെളിവുകളല്ലോ ആ വെട്ടിയുടെ പേര് തെളിവുകളല്ലോ. അടിപൊളി പാട്ടാട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കുഞ്ഞാറ്റേനെ അംഗനവാടിയിൽ ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത പാട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ പാട്ടൊന്ന് പാടിപ്പിച്ചിരുന്നു, പക്ഷെ അന്ന് ഇത്രയും ക്ലിയർ ആയിട്ട് കൊച്ചു പാടിയിട്ടില്ല. ഇന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അപ്പൊ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു അല്ലേ? പിന്നെ പാട്ടും കണ്ടു, പാട്ട് കേട്ടു. ഇന്നേ മൊത്തത്തിൽ ക്ലൈമറ്റ് മാറിയില്ലേ? മൊത്തത്തിൽ മാറി, നല്ല വെയിലായി. ഇന്നലെ എമ്മാതിരി മഴയായിരുന്നു, സൂര്യൻ കിട്ടാത്ത രീതിയിലുള്ള ഒരുമാതിരി മഴ. ഇന്നലെ മഴ മാത്രോ, ഇടി കൂടെ നിന്നോ, ഇടിവാളാണ്. എന്റെ അമ്മോ, കണ്ടിട്ട് തന്നെ വണ്ടി വരെ കിടന്ന് കുലുങ്ങുന്ന ഒരു ഇത്. പക്ഷെ ഞാൻ വേറെ കാര്യം പറയട്ടെ, ഈ വണ്ടികളിൽ ഇത് അടിക്കൂല, പിന്നെ വണ്ടികളിൽ അടിക്കൂല, ഫ്ലൈറ്റിൽ അടിക്കൂല. ഇടുക്കിയിലൊക്കെ അങ്ങനത്തെ നമ്മൾ കഴിച്ച ഭയങ്കര ബുദ്ധിമുട്ട്, നാശനഷ്ടങ്ങളൊക്കെ കുറെ ഉണ്ടാവും. കാരണം അവിടേക്ക് കുറച്ച് നമ്മുടെ ഒരു ആന്റി ഒക്കെ ഇല്ല അവിടെ, അവരുടെ വീടിന്റെ അവിടേക്ക് ഇങ്ങനെ എപ്പോഴും അടിക്കാറുണ്ട് കേട്ടോ. നന്നായിട്ട് തീയൊക്കെ കത്തി സാധനങ്ങളൊക്കെ പോകുന്ന ഒരു വയറിങ് കത്തി പോവാറുണ്ട്. അപ്പൊ നമ്മളെല്ലാതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോണം. ഇനി വട്ടവട എത്തണം അല്ലേ? ടോപ്പ് സ്റ്റേഷൻ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. എത്തിയിട്ടില്ലെന്നുള്ളതാണ് ടോപ്പ് സ്റ്റേഷൻ വരെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഓവർ അത് വീഡിയോ ഒന്നും എടുക്കാത്തത്. മറ്റൊരു നഗ്നമായ സത്യം അതാണ്. അതെ, ശരിക്കും അന്ന് തന്നെ അതിലിവിടുന്ന് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു അല്ലേ? സത്യം. അന്ന് നമ്മൾ പോണ്ടല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങില് പിന്നെ ഞങ്ങൾ തിരിച്ചുപിടുത്തി കഴിഞ്ഞപ്പോ ഇനി വേറെ എന്താ കാണാനുള്ളതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പറഞ്ഞത് ഇച്ചിരി വട്ടോടെ പോയി തണുപ്പൊക്കെ കൊണ്ട് ഇച്ചിരി പച്ചക്കറിയൊക്കെ കണ്ട്, പച്ചക്കറി കൃഷിയും സ്ട്രോബെറി കൃഷിയൊക്കെ കണ്ടിട്ട് ഇങ്ങ് പോരാ. നമ്മുടെ ഉദ്ദേശം പിന്നെ അതാണല്ലോ, നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മളടുത്ത് ഇങ്ങനെ സ്ട്രോബെറി മേടിക്കുക, പോവാന്ന് പറയുന്നതിന്റെ മെയിൻ ഉദ്ദേശമേ അതാണ്. അങ്ങനെ നമ്മള് തമിഴ്നാട്ടിൽ കയറി, അതായത് ടോപ്പ് സ്റ്റേഷനായി. ടോപ്പ് സ്റ്റേഷൻ എത്താതായി. ടോപ്പ് സ്റ്റേഷന്റെ തൊട്ട് മുന്നെയാണ് ഈ തമിഴ്നാട് കയറുന്നുള്ളൂ അല്ലെ? പക്ഷെ ഇവരുടെ ചെക്ക് പോസ്റ്റ് അതിന് മുന്നേ കാണില്ലേ? നോക്കണ്ട, വലിയ കഥയില്ല. എവിടെയൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ റേഞ്ച് കുറവാട്ടോ. എല്ലാവരും ചാടി കയറി സാധനങ്ങൾ മേടിക്കും, മേടിച്ചു കഴിയുമ്പോഴാണ് റേഞ്ച് ഇല്ല എന്നുള്ള കാര്യം അറിയാം. ഇന്നലെയൊക്കെ നമ്മളൊരു 30 രൂപ എടുക്കാൻ വേണ്ടിയേ മുക്കറ ഇട്ട് കൊടുക്കണം. നമ്മൾ നോക്കുമ്പോ എല്ലായിടത്തും പേയ്മെന്റ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലേ ഗൂഗിൾ പേ എല്ലായിടത്തും ഇപ്പൊ എല്ലാ കടകളിലും ആയി. ഇത് കണ്ടോ, തേയില രാവിലത്തെ ഒരു സെക്ഷൻ കൊണ്ടുപോവാ, പറിച്ച് തൂക്കുകയാണ്. ഉച്ചവരെയൊക്കെ എടുക്കുള്ളൂ. കാരണം ഈ നട്ടക്കണ്ണം വെയിലത്ത് എത്ര നേരം എടുക്കും? ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇത്ര തൂക്കം ഇന്ന ആളെന്നൊക്കെ ആയിരിക്കും അല്ലേ? കണ്ടത് ചേച്ചിമാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ പിന്നെ കവാത്തും ചെയ്യുന്ന ഒരു സമയമായിട്ടുണ്ടല്ലോ. ഇപ്പൊ കവാത്തൊക്കെ ഫുള്ള് മെഷീനൊക്കെ ആയി. പണ്ടൊക്കെ ആയിരുന്നു കഷ്ടപ്പാട് ബുദ്ധിമുട്ടും. ഇപ്പോഴും കഷ്ടപ്പാടില്ലാഴിയൊന്നുമില്ല, ഈ വെയിലത്ത് തന്നെ വേണ്ട നിന്ന് ചെയ്യാം. എല്ലാം ചെയ്യാം, മിഷ്യന്റെ സഹായം പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്ന് മാത്രം. അതെ അതെ. അങ്ങനെ നമ്മള് ടോപ്പ് സ്റ്റേഷനിൽ എത്തിട്ടോ. ടോപ്പ് സ്റ്റേഷനിൽ പക്ഷെ നമ്മൾ നിർത്തുന്നില്ല, നമ്മള് വട്ടവടക്കാണല്ലോ. ബ്ലോക്കായ ബ്ലോക്ക്. ആ ചേട്ടന്മാരെ അവിടുന്ന് വണ്ടിയിൽ ഇറങ്ങുന്നതാ. ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഉണ്ടാവും. അത് മാത്രമല്ല റിസോർട്ട് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും. അല്ല, കഴിഞ്ഞ ദിവസം വന്ന ഇവിടെ. അപ്പോ ഇവിടെയും ഇതുപോലെ തന്നെ കുറെ കടകളും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്നാണ് കുഞ്ഞാരിക്ക് കഴിഞ്ഞ ദിവസം മിഠായി മേടിച്ചു കൊടുത്തത്. പാഷൻ ഫ്രൂട്ടൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തതാണ്. അതെ, ഇനി നമ്മൾ കേരളത്തിൽ കയറും. അതെ, ഇനി നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ടിട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ഇത്രയും നേരം നമ്മൾ കണ്ട കാഴ്ചകളായതുകൊണ്ട് നിങ്ങളിലേക്ക് അധികം എത്തിച്ചില്ല. ആണോ? ശരി ശരി. ഡോഗ് അന്ന് നമ്മൾ വരുമ്പോഴേ ഈ റോഡ് ഭയങ്കര കട്ടറായിരുന്നു. എനിക്ക് ഓർമ്മ ഉണ്ട്. ഇപ്പൊ നല്ല അടിപൊളി വഴിയാക്കി. അത് തന്നെ ഒരു സമാധാനം അല്ലേ? അന്ന് നമ്മള് പോകുമ്പോ നമ്മൾ എന്നിട്ട് പോണോ എന്നൊക്കെ ആലോചിച്ചല്ലേ പോയത്. കാരണം അത്രയും വലിയ കുഴിയായിരുന്നു. പക്ഷെ കുറച്ചങ്ങി വന്നപ്പോ ആ ഫോറസ്റ്റിന്റെ അങ്ങോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്കും നല്ല വഴി. ചേട്ടാ ഫോറസ്റ്റിലേക്ക് എത്തി കിട്ടണം കേട്ടോ. എന്തിനും വെട്ടാനായിരിക്കും, വല്ല പുല്ലും ചപ്പൊക്കെ വെട്ടാനായിരിക്കും. മരം വെട്ടിട്ടേക്കണോ. ഇവിടെ ഇപ്പൊ വഴിയൊക്കെ വൃത്തിയായി, ഇപ്പൊ കുറച്ച് കാണാനൊരു പ്രത്യേക ഭംഗി. പിന്നെ നമ്മള് വട്ടവടക്കുള്ള സ്ഥലത്തേക്ക് കഴിഞ്ഞിട്ടോ. ഇവിടെ ജസ്റ്റ് പോലീസുകാർ നിർത്തും, അവര് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും. കാരണം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, അതിൽ വണ്ടിയും കാര്യങ്ങളൊന്നും നിർത്താനൊന്നും പാടില്ല. സ്റ്റേ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ വൈകുന്നേരം തന്നെ തിരിച്ച് 6 മണിക്കുള്ളിൽ തിരിച്ചു പോയിക്കോണം. അതെന്താ സംഭവം അറിയോ?
6 മണി എന്ന് പറയുമ്പോൾ ആന ഇറങ്ങുമായിരിക്കും. അല്ല, അത് കഴിയുമ്പോ റോഡ് അടയ്ക്കും മിക്കവാറും. നിർത്തരുതെന്ന് പറഞ്ഞിട്ടില്ലേ ചേട്ടനേക്ക് വിട്ടിട്ടുണ്ടാവുക? എന്നിട്ട് ഇവിടെ വന്ന് നിർത്തിയേക്കുന്നത് ചേട്ടനാണോ ചേച്ചിയാണോ? ചേട്ടൻ തന്നെയല്ലേ? ചേട്ടൻ തന്നെയാ. ഇവിടെ തന്നെ ആളാന്ന് തോന്നുന്നു. ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതുകൊണ്ട് മൃഗങ്ങൾ ഇറങ്ങുകയും ചെയ്യുമായിരിക്കുമല്ലോ. മൃഗങ്ങൾ ഇറങ്ങും. അപ്പൊ 6 മണിക്കുള്ളിൽ തിരിച്ചു പോയിക്കോണം എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് വട്ടവട കോവിലോർ എന്ന് പറഞ്ഞ വട്ടവടയും കഴിഞ്ഞ് കോവിലോർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കേരളം തീർന്നു അവിടെ കൊണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തമിഴ്നാടാ വരുന്നത്. ഫുള്ള് ഫോറസ്റ്റ് ആണ് കേട്ടോ. മുഴുവൻ കാടാ അല്ലേ? അതല്ല, ഫോറസ്റ്റിൽ ഞാൻ നോക്കുമ്പോഴേ ഓൾമോസ്റ്റ് കൊറേ മരത്തിലും കുരുമുളക് വള്ളി. ഒരു ചാക്ക് കൊടുത്ത് ഇറങ്ങിയാലോ? പക്ഷെ കുരുമുളക് വേണ്ടേ? വള്ളി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. വള്ളി മാത്രമേ ഉള്ളൂ. നീ പറയുന്ന കേട്ടപ്പോ കുരുമുളകും കാണുമോ? ഇത് അവിടെയൊക്കെ കണ്ടോ? ഈ മരത്തിലൊക്കെ കണ്ടോ? കുരുമുളക് ഇല്ല, വള്ളി മാത്രമേ ഉള്ളൂ. കൊറേ എണ്ണത്തിലുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ വിളവെടുപ്പ് ആരെടുക്കും? അത് ചുമ്മാ വീണങ്ങ് നോക്കോളും. ഈ അത് അത്ര വലിയ ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടല്ലേ. അതായത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് അറിയാലോ? വട്ടവട. അതായത് വെജിറ്റബിൾ വില്ലേജിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കിക്കോ കേട്ടോ. ഇവിടുന്ന് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഫുള്ള് ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ. വണ്ടികൾ നിർത്തരുതെന്ന് പറഞ്ഞാൽ ചില ചേട്ടന്മാരൊക്കെ നിർത്തുന്നുണ്ട്. അതൊക്കെ നിർത്തുമല്ലോ. പുൽമേട്ടിൽ പ്രവേശിക്കരുത്, അവിടെ പ്രത്യേക എഴുതി. ഇവിടെ ആന വെള്ളം കുടിക്കാൻ വരുന്ന അതൊരു ആനക്കുളമാണ്. ആനക്കുളം. ഇവിടെ വെള്ളമൊക്കെ പറ്റി ഇതിലൊക്കെ പോകുമ്പോ സഹകരിച്ച് പോണം. കാരണം വീണ താഴെ കിടക്കും. ഞങ്ങളും കിടക്കും, നിങ്ങളും കിടക്കും. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? ഒരു കാര്യമില്ലല്ലോ. ഇതെന്താ ഇവിടെയൊക്കെ കയറ്റി നിർത്തിയിട്ടുണ്ടല്ലോ വണ്ടി? ഇവിടെ എന്തോ കാണാനുണ്ടല്ലോ. ഓ, കാട് നോക്ക് നീ. പ്രകൃതി പഠന കേന്ദ്രം. ഇവിടെ നമ്മള് പണ്ട് പ്രാവശ്യം പോയപ്പോ നമ്മള് കാട്ടീനെ കണ്ടില്ലേ? മേളിലായിട്ട്. വഴി നല്ല അടിപൊളിയാ, കാണാൻ നല്ല ഭംഗിയുള്ള വഴിയാട്ടോ. ഈ പൈൻമരങ്ങളല്ലേ നിൽക്കുന്നത്. ശരി, വേറെ രസം എന്താന്ന് കണ്ടോ? ഇത്ര നേരം നമ്മൾ വന്നപ്പോ കണ്ടോണ്ടിരുന്ന കാഴ്ചയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. തേയിലകൾ തീർന്നു, എല്ലാം തീർന്നു. ഇപ്പൊ കാടും പുൽമേടും മാത്രമാണുള്ളൂ. ഇതൊക്കെ ഇവിടുത്തെ പണിക്കാരായിരിക്കും അല്ലേ? അടിപൊളിയില്ലേ ഇത് കാണാനായിട്ട്? അടിയിലെല്ലാം കാടുകളൊക്കെ കരിച്ചു കളഞ്ഞോ? അങ്ങനെയല്ല, അത്ര പൊളിയല്ല. ചില സമയത്ത് ഇതിന്ന് ഉണക്ക കമ്പുകൾ ചാടുന്നുണ്ട്. അത് ശരിക്കും ഡേഞ്ചറാണ്. മരം കാണാനും ഈ റോഡിനോട് ചേർന്നാകുമ്പോ നല്ലൊരു ഭംഗി, ഒരു പ്രത്യേക സുഖം. നല്ല കാറ്റുണ്ട് കേട്ടോ. കമ്പുകൾ ഇങ്ങനെ വീഴുന്നുണ്ട്, ഉണക്ക കമ്പ്. അല്ല, ഗ്ലാസ് താത്തിടുമ്പോ മനസ്സിലാവുന്നുണ്ട് നല്ല വീഴുന്നത്. ഇങ്ങനെ ഫുള്ള് മറ്റേ മരം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ നമ്മളങ്ങനെ ഫോറസ്റ്റ് കഴിഞ്ഞല്ലേ? ഫോറസ്റ്റ് കഴിഞ്ഞു. ഇനി ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ള അക്രമങ്ങൾ നടക്കും. അപ്പുറത്തുള്ള മരങ്ങളൊക്കെ കിടന്ന് ആടുന്നുണ്ടോ? അത് ഫുള്ള് യൂക്കാലി അല്ലേ? അത് മാത്രമല്ല, ഊക്കയല്ല, യൂക്കാലി. അതിനെ കാറ്റ് വന്നപ്പോ നല്ല കിടന്ന് ആടുന്നുണ്ട്. ഇവിടെ നോക്കിയേ കൊറേ ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് വില്ലേജിലെ ഫ്രൂട്ട്സും ഉണ്ടോ? ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിളിന്റെ കൂടുതലും പറയുന്നത് വെജിറ്റബിൾസിന്റെ വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഓ, ഇവിടെ സിപ്പ് ലൈനൊക്കെ ഇത് പുതിയ തുടങ്ങി കേട്ടോ. നല്ല നീട്ടമുണ്ടല്ലോ അപ്പുറത്തേക്കില്ലേ? നമ്മള് അന്ന് വന്നപ്പം പണിതുകൊണ്ടിരുന്ന റിസോർട്ട്, അത് പണി നിന്നു തോന്നുട്ടോ. കഴിഞ്ഞില്ല. ആ 3 എണ്ണത്തിൽ തന്നെ നിന്നും തോന്നല്ലോ. കാരണം അന്നേ നമ്മളൊരു ചേട്ടൻ ചോദിച്ചിരുന്നല്ലോ എങ്ങനെ അവിടെ വെള്ളമൊക്കെ പോസിബിൾ. ഞാൻ എല്ലാം ഇങ്ങനത്തെ ഒരു സാധനത്തിലും കേറാത്തതാണ്. നമ്മള് തടിക്ക് നല്ലത്. ഇന്നലെ ഇപ്പൊ ഒരു ബങ്കി ജമ്പിന്റെ കൂട്ട് നമ്മളെ 2 സൈഡിൽ നിന്ന് കെട്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അത് ഏതോ ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു പുള്ളിക്കാരി ചാടിയതാ. നല്ല താത്തി വലിച്ചിട്ട് കവണ വിടൂല, അതേപോലെ താത്തി വലിച്ചിട്ട് മുകളിലേക്ക് ഒരു വിടലുണ്ടല്ലോ. ആ വിടലില് 2 പ്രാവശ്യം ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ആയി കഴിഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല. 3ാമത്തെ പ്രാവശ്യം ആള് തീർന്നു. കാരണം പേടിച്ചിട്ട് പുള്ളിക്കാരി ഭയങ്കര ധൈര്യത്തിലൊക്കെ കേറിയതായിരുന്നു. കാരണം പലരെയും ശരീരപ്രകൃതി പല രീതിയല്ലേ. അതുകൊണ്ട് ഈ ജീപ്പ് കിടക്കുന്ന സ്ഥലം ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റുമോ? നമ്മുടെ വണ്ടി രാത്രി മൊത്തം
എണ്ണയും തീർന്ന് കിടന്ന സ്ഥലം. പെട്രോള് ലീക്ക് തീർന്ന് കിടന്ന സ്ഥലമാണത്. അങ്ങനെ കുറെ നല്ല നല്ല ഓർമ്മകളും കുറെ നല്ലതല്ലാത്ത ഓർമ്മകളും ഉള്ള സ്ഥലമാണ്. പക്ഷെ അന്ന് നമുക്ക് ഇവിടെ ഒട്ടും ആസ്വദിച്ചിട്ടില്ല. നമ്മള് തലയില് ഫുള്ള് ഈ വണ്ടി എന്താവും, ഈ എണ്ണ തീരാണ്ട് മൂന്നാറിൽ തിരിച്ചെത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷൻ ആയിരുന്നു കേട്ടോ. യെസ്, പറഞ്ഞോളൂ. സ്റ്റേ ചെയ്തത് അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല കേട്ടോ. അതൊക്കെ സ്വയമേ അറിഞ്ഞും പറഞ്ഞും വരുന്നതാണ്. പോയി കഴിച്ചോ, പൈസ കൊടുക്കണം കേട്ടോ. ചുമ്മാ പോയി അങ്ങ് പറിച്ചു തിന്നാൻ പോരല്ലോ. അമ്പ നല്ല അടിപൊളി വ്യൂ അല്ലേ? ആ മല ഉണ്ടോ? ആ പാറ കാണാൻ നല്ല ഭംഗിയില്ലേ? അവിടെയൊക്കെ റിസോർട്ടും കാര്യങ്ങളും. നമുക്ക് കൃഷിത്തോട്ടവും കാര്യങ്ങളൊക്കെ കാണണ്ടേ? ചുമ്മാ വ്യൂ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല. കാട്ടുപൂന്നാ നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. മുത്തേ, ദൈവമേ ഉള്ള നുണയൊക്കെ പറഞ്ഞു. ഞാൻ എപ്പോ പറഞ്ഞടി? അന്ന് പറഞ്ഞു തന്നതാ. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് ഈ തട്ട് തട്ടായിട്ട് ചെയ്യുന്ന കൃഷികൾ കേട്ടോ. പക്ഷെ ഇപ്പത്തെ മറ്റൊരു അട്രാക്ഷൻ ഒന്നുമില്ലെന്നുള്ളതാണ്. എല്ലാം ചെയ്യുന്നതേ ഉള്ളൂ എന്നതാണ് മറ്റൊരു. പക്ഷെ ഇവിടെ ചൂട് അങ്ങനെ ആയിട്ട് ചൂടില്ല. വെയില് നല്ല വെയില്, പക്ഷെ എന്നാലും നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നത് അല്ലേ? നല്ല സുഖം. ഈ മര ആടി ഉലയുന്നത് കണ്ടോ? അപ്പോ നമ്മൾ അങ്ങനെ വട്ടവടയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? ഇനി വട്ടവട കാഴ്ചകളിലേക്ക് പോവാം. കൃഷിയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കാഴ്ചകൾ കാണും? അതാണ് വേറൊരു കാലാവസ്ഥ ആസ്വദിക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. താനെങ്ങോട്ടാ? എന്തോന്ന് കാഴ്ച കാണാനോ? കാഴ്ച കാണാൻ ഓവർ അങ്ങോട്ട് വരണ്ട, ഇവിടെ താഴേക്ക് മൂക്ക് കുത്തി വീഴും. അപ്പൊ വട്ടവടയിൽ വരുന്ന എല്ലാവരുടെയും വിചാരം ഇവിടെ ഫ്രൂട്ട്സ് മാത്രമാണ് ഉള്ളൂ എന്നാണ് അല്ലേ? പക്ഷെ നല്ല അടിപൊളി വെജിറ്റബിൾസും കിട്ടും കേട്ടോ. അതായത് തണുപ്പ് ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്ന എല്ലാവിധ വെജിറ്റബിൾസും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിർഭാഗ്യവശാൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം ചെയ്യേണ്ട സീസൺ ആയി വരുന്നത്. അതായത് ഇത് വേനൽക്കാലം അല്ലേ? ഇടയ്ക്കൊക്കെ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതാ ഇവിടെ സ്ട്രോബെറി ഉണ്ട്, അതുപോലെ തന്നെ കോളിഫ്ലവറും ഇവിടെ കാണുന്നുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോ ഒന്നും കാണുന്നില്ല, എങ്കിലും നമുക്ക് പോയി നോക്കാം അല്ലേ? അത്യാവശ്യം നല്ല തിരക്കുണ്ട് അല്ലേ? എനിക്കൊന്ന് ലീവും കാര്യങ്ങളൊക്കെ തുടങ്ങിയില്ലേ, അതിന്റെ ഒരു തിരക്കുണ്ടാവും. പക്ഷെ ജീപ്പുകാരൊക്കെ ഇവിടെ ചുമ്മാ എടുക്കാണല്ലോ, കൊറേ ജീപ്പ് ഉണ്ട്. ഇവിടുന്ന് താഴേക്കാണ് വട്ടവട ടൗണല്ല, ഇതിപ്പോ നമ്മൾ കോവിലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മള് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് ഇങ്ങ് വരാം. നമ്മൾ കോവിലൂർ പോയിട്ടില്ല. അന്ന് വട്ടവട വരെ വന്നപ്പോഴാണ് വണ്ടി സീനാക്കിയത്, പണി തന്നത്. അതെ. അങ്ങനെ നമ്മള് വട്ടവടക്ക് ഇറങ്ങാണ് കേട്ടോ. വട്ടവട ഇറങ്ങി വട്ടവട ഫുള്ളൊന്ന് കറങ്ങിയിട്ട് കേറാം അല്ലേ? കേറിയിട്ട് നമ്മൾ ഇന്ന് ഇവിടെ ചെറിയൊരു സ്റ്റേ എടുക്കാന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്റ്റേ. അതെ, സ്റ്റേയും കാര്യങ്ങളെല്ലാം നമ്മൾ അവിടേക്ക് എത്തിയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം വട്ടവട ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്ട്രോബെറി ഫാം കണ്ടിട്ട് നമുക്ക് ഈ വഴി ഇങ്ങനെ പോവാ. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാ ഇപ്പൊ കയ്യിൽ എന്താ ഇരുന്നിട്ട് കൈ കഴുകണം? ചുമ്മാ വെള്ളം നശിപ്പിക്കരുത്. ചിലപ്പോ അവര് വല്ല ഉപയോഗിക്കുന്ന വെള്ളം, തുണി കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു മേളിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാണോ? ആയിരിക്കാം. പാത്രത്തില് ഒരു പക്ഷേ എടുത്തു വെക്കുന്നുണ്ട്, കാരണം അവർക്ക് ഉപയോഗിക്കാൻ ഉണ്ടാവില്ല. ഇവിടെ ഒരുപാട് സ്ട്രോബെറി ഫാമുകളുണ്ട്, ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ. ചെറുതും വലുതും. നമ്മൾ അവിടെ ഇരണം കണ്ടപ്പോ നമ്മൾ അങ്ങോട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു കേട്ടോ. അതെ, ഇറങ്ങി വന്നപ്പോഴേ ആദ്യം കണ്ടു, അതിലേ കയറാന്ന് വിചാരിച്ചു. എന്താ ഞാൻ വണ്ടി മറിഞ്ഞു വീഴല്ലേ മേത്തേക്ക്? ആ ഒരു പാന്റ് താത്തിട്ടെ. ഇത് വെള്ളാല്ലേ? എങ്ങനെ ഓവിച്ചാല് ആണിത്. നല്ല വെള്ളമല്ലേ? നല്ല വെള്ളമല്ല, പന്ന വെള്ള. വേസ്റ്റ് ഇട്ട് അലമ്പായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫാം. ഈ വഴിയാ ഇങ്ങോട്ട്? സ്ട്രോബെറിന്ന് മാത്രം പറയല്ലേ. എടി ഇവിടെ മാറി
ഇതിലൂടെ പോ മുത്തേ. സ്ട്രോബെറി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിലേ പോ. സീസൺ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളതിൽ കായ്ക്കുന്നുണ്ടല്ലോ. പക്ഷെ കായുണ്ട്. ഇതേ വീട്ടിലുള്ളതിനാ ഇപ്പോഴാണ് കായ്ക്കുന്നത്. കായുണ്ട് കേട്ടോ. സ്ട്രോബെറി ചെറുതായിട്ടുണ്ട്. പക്ഷേ സീസൺ കഴിഞ്ഞു. പറിക്കാൻ പാടില്ല. പറിക്കൊന്നും വേണ്ട. ഇത് നമ്മുടെ ഊട്ടിപ്പൂ അല്ലേ മാനസി? ആ ഊട്ടിപ്പൂ. ഊട്ടിപ്പൂ. ആ ഊട്ടിപ്പൂ. ഇതേ ചേട്ടൻ കട്ട് പറിക്കുന്നു. കുഞ്ഞാ പറിക്കരുത്. വാ അല്ല ചേച്ചി പറിച്ചോന്ന് അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു. പറിച്ചോന്ന് പറഞ്ഞോ? നോക്കടി സൂര്യകാന്തി നോക്കടി. ഈ തേനീച്ച കണ്ടോ? ചോദിക്കട്ടെ. വാ വാ. കണ്ട എല്ലാം നാശമായ കാകളാണ് കേട്ടോ കിടക്കുന്നത്. അതാണ്. അത് സ്ട്രോബെറി വിട്ടൊരു കളിയില്ല. ചോദിച്ചോക്കെ പറിക്കാവുന്ന നോക്കാം. നമുക്ക് ആദ്യം കുഞ്ഞാറ്റക്കേ അപ്പായും അയ്യോ 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 സ്ട്രോബെറി നോക്കി നടക്കുന്നതാണ്. സ്ട്രോബെറി കണ്ടപ്പോ കൊച്ചിട്ട് പിടുത്തം വിട്ടു കേട്ടോ. വന്നേ. അതെ അപ്പായി മേടിച്ചു തരാം. പറിച്ചു വെച്ചേക്കുന്ന കൂട്ട് മേടിച്ചു തരാം കേട്ടോ. നല്ലത്. നല്ലത് മേടിച്ചു തരാം. ഒരെണ്ണം പറിച്ചാ ചേച്ചി ഒന്നും പറയൊന്നുമില്ല. കൊച്ചിന് വേണ്ടി പറയില്ലെന്നല്ലേ, ശരിക്കും പറിക്കാന്നാണ് ചേച്ചി പറഞ്ഞു കുറച്ചോളെ. ആണോ? പിന്നെ ഞാനിത് നാശമായി തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ചോളം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലത്തേക്ക് സൂര്യകാന്തി ഇങ്ങനെ നിൽക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ. മനസ്സിൽ നോക്കിയടി. അടിപൊളിയില്ലേ? ശരിക്കും എന്റെ മുഴുപ്പ് പൂ നോക്ക്. നീ ഇതൊക്കെ ഒന്ന് നോക്ക് കുഞ്ഞ. ആദ്യം നോക്ക്, പൂ നോക്ക്. എന്നാ വലിയ പൂവല്ലേ. തേനീച്ചയുണ്ട്. കുത്തു മേടിക്കരുത്. കഴിഞ്ഞ ദിവസം മനസ്സിലാ ചെവിന്റെ ഇവിടെ വീട്ടിൽ നിന്ന് പറഞ്ഞ കുത്തിയതാ. എന്റെ അമ്മ ചെവി കേൾക്കുന്നില്ലായിരുന്നു. പപ്പയ്ക്ക് ആ കൃഷിയുണ്ട്, തേനീച്ച കൃഷി. അതിൽ കിട്ടിയതാ. അതാ നമുക്കിനി താഴെ ഇവരുടെ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു. അതും പറിച്ചു കഴിഞ്ഞു അല്ലേ? അതെ. കോളിഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നോക്കിയേ എന്നാ ലുക്കാണ്. ഇച്ചിരി വെയിലായിപ്പോയി. രാത്രിക്ക് തണുപ്പ് ഉണ്ടാവുമായിരിക്കും. കാണുമായിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ സ്ട്രോബെറി തന്നെ കേട്ടോ. പച്ചക്കറികളും ഉണ്ട്, കോളിഫ്ലവറും കാര്യങ്ങളൊക്കെ. എന്താ വരുന്നില്ലേ? പൂവാണ് നല്ല ഭംഗി. ചേച്ചിനോടൊരു തൈ ചോദിക്കാം. ഏത്? വീട്ടിൽ കൊണ്ട് നടാം. ഇതുണ്ടോ? ഇത് ബ്രോക്കോലിനാട്ടോ. ബ്രോക്കോലി ഗൂഗിൾ പേ ഉണ്ടല്ലോ അല്ലേ? സ്ട്രോബെറിന്റെ വൈൻ. ഇത് ജാം സ്ട്രോബെറി. ഇത് 3 മാസം ഗ്യാരണ്ടി. 3 മാസമായി. 3 മാസം ഗ്യാരണ്ടി. ഗ്യാരണ്ടി. ഇതിപ്പോ ഇട്ടിട്ട് എത്രയായി? ഇത് ഇട്ടിട്ട് ഒരാഴ്ചയായി. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കൊള്ളാം. എങ്ങനെയുണ്ട് ഞാന്? വൈൻ വേണോ? സ്ട്രോബെറി ആയതുകൊണ്ട് ചിലപ്പോൾ ടീം മൊത്തം കുടിക്കും. അല്ല മധുരം ഇടണം. അവളത് തീർത്ത് ടേസ്റ്റ് ആയിരിക്കും. എന്റെ പിള്ളേർ നല്ല കുടിക്കും. മധുരം ഇടുമ്പോ ടേസ്റ്റ് കൂടും. ഇതിപ്പോ സീസൺ കഴിഞ്ഞോണ്ടാണ്. എന്നാലും ഒരു ബോക്സ് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി മേടിക്കാം. അതെ. എത്ര വെച്ചു ഒരു ബോക്സിന്? 150. അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് കിട്ടാനുള്ള കിട്ടിയപ്പോ ഞങ്ങളെ പോലും കൂട്ടാണ്ട് പോണ കണ്ടോ ടീം. സ്ട്രോബെറി മാത്രമേ നമ്മൾ വാങ്ങിയുള്ളൂ. നമ്മൾ ഒരു പ്രാവശ്യം സ്ട്രോബെറിന്റെ മറ്റേ ജാമ് മേടിച്ചിട്ടേ ചൂട് കാരണം നാശം. നമ്മൾ ഈ ചൂടത്ത് കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നശിച്ചു. ഇത് നശിക്കാതെ കുറച്ച് സാധനം വാങ്ങി. അതെ. ഇതാകുമ്പോ വീട്ടിലെത്തുന്നവണ്ണം വരെ ഈസ്റ്ററിന് കോഴിയിലും പോത്തിലേക്ക് ഇടാലോ അല്ലേ? അതെ. വെളുത്തുള്ളി മറ്റേ. ഇനി നമുക്ക് ഇവിടുന്ന് മെല്ലെ പോവാട്ടോ. എങ്ങനെ ഡാൻസ് സ്ട്രോബെറി? നല്ല മധുരമുണ്ട്. നമ്മുടെ വീട്ടിലത്തേനൊക്കെ വീട്ടിലുണ്ടാവുമെങ്കിൽ ഇത്രയൊരു മുഴുപ്പൊന്നും വരില്ല. ഇല്ല. അതുപോലെ തന്നെ പുളിയും ആയിരിക്കും. ഇത് നല്ല മധുരമുണ്ട്. അത് ഒരൈറ്റത്തിന്റെ. പിന്നെ ഇവിടെ ഒരു ഹണി മ്യൂസിയം ഉണ്ട്. ചേച്ചി പറഞ്ഞ് ഒരു കാരണവശാലും കയറിയേക്കരുത്. കാരണം പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് ചുമ്മാ ഒരു പറ്റിയില്ല. അതായത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് വീഡിയോ ഇട്ട് കാണിക്കുന്നു തേനീച്ചേന്റെ. നമുക്ക് തേനീച്ച കൃഷിയുള്ള നമുക്ക് അറിയാലോ ഇത് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മളത് കാണുന്നില്ല. കുറച്ച് കാറ് പോകുന്നോടും വരെ നമുക്ക് പോയിട്ട് തിരിച്ചിങ്ങ് വരാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ എല്ലാത്തിന്റെ സീസൺ കഴിഞ്ഞു. അടുത്ത മാസം തൊട്ടാണ് ഇനി എല്ലാ വെജിറ്റബിൾസിന്റെ സീസൺ അടുത്ത മാസം തൊട്ടാണ് തുടങ്ങുക. അപ്പോൾ ചേച്ചി പറഞ്ഞാന്ന് വെച്ചാൽ ഇവിടെ അങ്ങോട്ട് പോയാൽ ഇനിയിപ്പോ ഒന്നും കാണാനില്ല. പാടങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ട് വളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അത് മാത്രമേ കാണാനുള്ളൂ എന്ന്. അപ്പൊ നമുക്ക് അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം. അപ്പൊ നമ്മളങ്ങനെ വട്ടവടേനെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കൂടുതലും ഇപ്പൊ കാണുന്നത് സ്ട്രോബെറിയുടെ കുറെ ഇത് കാണും കേട്ടോ. സ്ട്രോബെറിയാണ് ഇപ്പൊ. ഞങ്ങള് പറഞ്ഞ ഹണി മ്യൂസിയം. ഞങ്ങൾ അതിനകത്ത് പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ തേനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ പിന്നെ നമ്മള് വെറുതെ അതിൽ പോയിട്ട് വീഡിയോ കാണേണ്ട കാര്യമില്ലല്ലോ. അല്ല അതുമല്ല നമ്മള് വീഡിയോ എടുത്ത് കാണിച്ചിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളതിന്റെ വീഡിയോ നമ്മൾ എടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തേൻ എടുക്കുന്ന സമയമാണെങ്കിൽ അതെടുത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും. ഒറിജിനൽ ചെറുതേനുണ്ട് അല്ലേ?
ചെറുതേനുണ്ട് വൻതേനുണ്ട്, പക്ഷെ വൻതേൻ ആയിട്ടില്ല, ചെറുതേൻ മാത്രമാണ് ആയിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതൊക്കെയാണ് വട്ടവടയിലെ വീടും കാര്യങ്ങളൊക്കെ കേട്ടോ. സൂം ചെയ്ത് കാണിച്ചു തരാവേ. നല്ല രസമുണ്ടല്ലേ കാണാൻ, അടുത്തടുത്ത് വീടുകൾ, വാൽപ്പാറ പോലെ. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി അവിടെ ഫുള്ള് വീടാ, വാൽപ്പാറ ഊട്ടി. അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് വട്ടവട വാട്ടർഫാൾസ് കാണാനായിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ഓരോ വില്ലേജുകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഏരിയ അടിപൊളി ഏരിയ ആണ്. അതായത് ഇപ്പത്തെ ഈ ചൂട് ഒരു ലേശം ഇത് ചൂടുള്ളൂ. അടുത്ത മാസം കൂടെ ആയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് പച്ചപ്പാവും, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴേ സെറ്റ് ആവും. വഴിയില്ലല്ലോ. അതെ, വെള്ളച്ചാട്ടം നീ മേളിൽ കണ്ടതല്ലേ? അതെ, ചെറുതായിട്ട് താഴേന്ന് കാണുന്നുണ്ടായിരുന്നു, ചെറിയ വര പോലെ. അപ്പൊ ഇതിപ്പോ ജീപ്പ് സഫാരി എടുത്ത പോലെ തന്നെയായല്ലോ ഓഫ് റോഡ്. ജീപ്പുകാർക്ക് അതാണ്, ജീപ്പ് സഫാരി ഇവിടുന്ന് എടുക്കാനുള്ള കാരണം അതാണ്. കാറിനൊക്കെ പോയി കഴിഞ്ഞാൽ കാറിന്റെ പണിക്കുറ്റം കഴിയും. അപ്പൊ മാക്സിമം എല്ലാരും ജീപ്പ് സഫാരി എടുക്കും. അതെ, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം. അതെ, വണ്ടിക്ക് എന്തെങ്കിലും പണിയൊക്കെ വേണ്ടേ? പണി വേണ്ടേ അമ്മേ എന്ന് പറഞ്ഞ് വെറുതെ വലിയ പണിയൊന്നും മേടിച്ചു കൂട്ടാൻ നിൽക്കണ്ട. അല്ല, വലിയ അങ്ങനത്തെ പണിയല്ലേ, വണ്ടി വർക്ക് ചെയ്യട്ടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വണ്ടിക്ക് പണി വരട്ടെ എന്നാലും പറയൂടി. ഇല്ല ഇല്ല, ഞാനൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇവിടെ വെജിറ്റബിൾ തോട്ടം കുറച്ചൊക്കെ താഴെ ഇങ്ങനെ കാണുന്നത് കണ്ടേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയത്. പക്ഷേ ദൈവം സഹായിച്ച് ഇവിടുന്ന് അങ്ങനെ ഒന്നും കാണുന്നില്ല. ഇതുണ്ടോ, മരത്തക്കാളി ഉണ്ടോ, ഇതുണ്ടോ കായ്ച്ച കിടക്കുന്നുണ്ടോ, കൊലകൊലകൊലയായിട്ട് രസമുണ്ട് കാണാനായിട്ട്. ഇത് സ്ട്രോബെറീൻ്റെ എന്തിരിക്കുക തോട്ടമാണ് താഴെ, പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് വന്നപ്പോൾ എന്തൊക്കെ കണ്ടിരുന്നു, പക്ഷെ അത് ഇവിടെ അല്ലാന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ ഓഫ് റോഡ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ടാറിങ് കേട്ടോ. ടാറിങ് എന്ന് പറയാൻ അധികം ഇല്ല അല്ലേ? അല്ല, അതെന്താ സംഭവം, താഴെയൊക്കെ കട്ടറായതാ. വണ്ടികൾ ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ജീപ്പും കൂടി ആവുമ്പോഴേ ജീപ്പുകാർക്ക് ശരിക്കും കുഴി ഉള്ളതാണ് ഒരു വൈബ്. ഓഫ് റോഡ് ജീപ്പാണല്ലോ, ഓഫ് റോഡ് ഫീൽ കിട്ടണ്ടേ അല്ലേ? അതെ, അപ്പൊ അവര് വേണമെങ്കിൽ ഇത് ചെയ്യണ്ടെന്ന് പറയുമായിരിക്കും. അതൊന്നും നമുക്കറിയില്ല, നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയണ്ട. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഒരുപാട് ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു ഹോം സ്റ്റേ എന്തോ ആണ്. ഇവിടുന്ന് മറ്റേ ഒരു പൊക്കത്തൊരു വലിയൊരു ഹോം സ്റ്റേന്റെ ഇത് ഇരിക്കുന്ന കണ്ടില്ലേ? അവിടത്തൊക്കെ താഴേക്ക് ഞാൻ കാലേറ്റി പോയാൽ താഴെ വീഴും, അങ്ങനത്തെ അവസ്ഥയിലായിട്ട്. ഇവിടുന്ന് ഒരു വ്യൂ കിട്ടുമല്ലോ, നോക്കി നോക്കാം. ഓ, ഞാൻ നിന്നതിന്റെ താഴെ ഭാഗത്ത് തന്നെയാണ് ഏട്ടാ ഈ നമ്മള് കണ്ട തോട്ടം ഉള്ളത്. പക്ഷെ ആ തോട്ടം എനിക്ക് അവിടെ കാണാൻ പറ്റിയില്ല. ഇങ്ങനെ തട്ടുതട്ടായിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. കൃഷിയുള്ള ടൈമിലായിരുന്നെങ്കിൽ എന്ത് ഭംഗിയുണ്ടാവും. അതെ, പച്ചപ്പ് അങ്ങോട്ട് എടുത്ത് കണ്ടു. നമ്മൾ കുറച്ചൊരു ക്യാരറ്റ് തോട്ടമാണ് ഇപ്പൊ ചെറുതായിട്ട് കാണുന്നത്. അപ്പൊ ബാക്കിയുള്ളതും കൂടി ഉണ്ടായിരുന്നെങ്കിലോ അടിപൊളിയായനെ. പോണ വഴിക്ക് നമ്മൾ ഒന്നും കൂടി ഇറങ്ങി കേട്ടോ. എന്താ സംഭവം എന്നറിയോ? ഇതൊക്കെ ഇവിടെ നിന്ന് ആ വട്ടവടേൻ്റെ ആ ഒരു ഭംഗി കറക്റ്റ് അറിയാം. വാ, ഒരു രക്ഷയില്ല കേട്ടോ, പൊളി. താഴെയൊക്കെ കാണുന്നുണ്ടോ ഫുള്ള് വീടുകൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് കയറി വന്നേക്കുന്നത്. മുകളിലേക്ക് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു വട്ടവട വാട്ടർഫാൾസ് ഉണ്ട്, പക്ഷേ ദൂരം കുറച്ച് കൂടുതൽ കാണിക്കുന്നുണ്ട്. നോക്കട്ടെ, എന്തായാലും അങ്ങോട്ട് എത്തുമ്പോൾ അറിയാം കേട്ടോ. അങ്ങനെ ഓടി 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 ഞങ്ങൾ അവിടെ നിന്ന് കാണുന്ന ഓപ്പോസിറ്റ് മലേൻ്റെ ഏറ്റവും തുഞ്ചഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. എവിടെയാണ് ഈ വെള്ളച്ചാട്ടം ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ റോട്ടിൽ കൂടി പോണവരോടൊക്കെ ചോദിച്ചു, ഓ ഇതില് നേരെ വിട്ടോ, വെള്ളച്ചാട്ടത്തിൽ എത്തൂന്നാ പറഞ്ഞത്. വഴിയെ തന്നെ പോയിക്കോ എത്തൂന്നാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് ഇങ്ങനെ വന്നെങ്കിലും ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ടാട്ടോ പോയിരുന്നത്. നമ്മളിപ്പോ ജീപ്പ് സഫാരി നടത്തുന്ന വഴി കൂടിയാണ് നമ്മളിപ്പോ ശരിക്കും പോകുന്നത്. ശരിക്കും എല്ലാവർക്കും ധൈര്യം ഉണ്ടെങ്കിൽ സ്വന്തം കാറും കൊണ്ട് തന്നെ ഇതിലേക്ക് പോവാം. കട്ടറുണ്ട്, നല്ല രീതിക്ക് കട്ടറുണ്ട്, നല്ല രീതിക്ക് കുഴിയാണ് കേട്ടോ. വലിയ വലിയ ഗർത്തങ്ങളാണ് ചില സമയത്തൊക്കെ കാണുക. ചില സമയത്ത് ടാറിന്റെ ഒരു ലക്ഷണം പോലും ഇല്ല, അങ്ങനത്തെ അവസ്ഥയാണ്. നമുക്ക് പോയി നോക്കാം. നല്ല രസമുണ്ടല്ലേ ഈ പൂക്കള് കാണാനായിട്ട്. പൂക്കൾ അടിപൊളി. പക്ഷെ ഇതൊന്നും നല്ല രസം. നമ്മൾ അങ്ങ് മേളിലെത്തി, എന്നിട്ട് നമ്മുടെ വെള്ളച്ചാട്ടത്തിനെ കാണുന്നില്ല. വെള്ളച്ചാട്ടം എവിടെ? ഇവിടെ നമ്മുടെ വെള്ളച്ചാട്ടം. താഴേന്ന് ഞങ്ങൾ ഒരു നോക്ക് കണ്ടു, വെള്ളം താഴേക്ക് വീഴുന്നത്. ആ ഒരു അങ്ങനെ വെള്ളം ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ ഈ കേറി പോയിരുന്നത്. പക്ഷേ ഇപ്പൊ അങ്ങനെ സാധനം കാണുന്നില്ലല്ലോ. പോയി നോക്കാം, കാണുമായിരിക്കും. അങ്ങനെ ഞങ്ങളൊരു അക്കേൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, അക്ക എവിടെയാണ് ഈ വെള്ളച്ചാട്ടം? അപ്പൊ അക്ക പറയാ, അയ്യോ മക്കളെ 1.5 കിലോമീറ്റർ താഴെ ആയിരുന്നല്ലോ എന്ന്. സംഭവം മാപ്പിൽ നോക്കുമ്പോൾ ഇനി 8 കിലോമീറ്റർ ആണ്. അല്ല, സംഭവം 8 കിലോമീറ്ററിലുണ്ട്. പക്ഷെ അതെന്താ പ്രശ്നം എന്നറിയോ? അങ്ങോട്ട് വഴി പറ്റ മോശമാണ്, ഇതിലും മോശമാണെന്ന് പറഞ്ഞിട്ടോ. അപ്പൊ അങ്ങോട്ട് പോവില്ല, തിരിച്ചു വേഗം പൊയ്ക്കോ മക്കളെ, വെറുതെ റോഡ് മോശമാണ്, ഇനിയിപ്പോ മഴയൊക്കെ പെയ്താൽ സീനാവും പറഞ്ഞിട്ടോ. ഇവിടത്തെ ഒരു മഴ മൂടലൊക്കെ ഉണ്ട് താനും. അതെ അതെ. അപ്പൊ നമുക്ക് വേഗം
തിരിച്ചിറങ്ങാം അല്ലേ? അല്ല നമുക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയിൽ പോയിട്ട് നമുക്ക് അങ്ങ് തിരിക്കാം. എന്തായാലും ഇവിടം വരെ വന്ന്. ഓക്കെ. ഇവിടുത്തെ വീട്ടുകാരൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവിടേക്ക് താമസിക്കുന്നത്? ആനയൊക്കെ വീട്ടിലേ? ആനേന്റെ അല്ല, അവർക്കൊന്ന് ടൗണിൽ പോകണമെങ്കിൽ വട്ടവട വരെ പോകണ്ടല്ലേ. ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും വട്ടവട തന്നെ ഒരു കുഞ്ഞു ഗ്രാമമല്ലേ? ആ ഒരു ഇച്ചിരി ഉള്ളൂ. വെജിറ്റബിൾസ് ഗ്രാമം അല്ല, അവിടുന്ന് ചിലപ്പം താഴേക്കൊക്കെ മൂന്നാറിലേക്കൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഇരിക്കും സാധനങ്ങളൊക്കെ. എല്ലാ സാധനവും ഇവിടെ കോവിലോറിലും എല്ലാ സാധനവും കിട്ടും. വട്ടവടയിലും എല്ലാം കിട്ടും. അങ്ങനെയല്ല, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങളൊക്കെ വരുമ്പോഴേ മൂന്നാറൊക്കെ പോകേണ്ടി വരുമായിരിക്കും. ഇത് കണ്ടോ, ഇവിടെ നല്ല അടിപൊളി ഒരു പൂക്കളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല പൂവല്ലേ, രസമുണ്ട്. അതുപോലെ ഇത് നമ്മൾ ഇത്ര നേരം കണ്ട ഒരു വെള്ളപ്പൂ. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചർച്ച ഇതാണ്. കൊള്ളാം. അതായത് ഇത്രയും മേളിലാന്ന് വിചാരിക്കാം, ഞങ്ങളവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ ഇങ്ങ് പോകുന്നതെന്നറിയോ. വെള്ളച്ചാട്ടം നോക്കി നോക്കി വന്ന് ഗൂഗിൾ അമ്മച്ചി ഞങ്ങളെ പറ്റിച്ച് ഇവിടെ എത്തിച്ച്. അല്ല, ഗൂഗിൾ അമ്മച്ചി പറയുന്നത് ശരിയാണ്. ശരിക്കും ഇവിടുന്ന് ഇനി ഒരു 9-8 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാലാണ് വെള്ളച്ചാട്ടം ശരിക്കും കാണുക. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നോക്കി, ഇവിടെ നല്ലൊരു വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കണ്ട ആ ഒരു സ്ഥലങ്ങളൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മെല്ലെ താഴേക്ക് തിരിച്ച് പോകാം കേട്ടോ. ആൻസിക്ക് ചെറിയ തലകറക്കവും കാര്യങ്ങളൊക്കെ. എന്താ ആൻസി? നമുക്ക് തിരിച്ചു പോവാം അല്ലേ? നമുക്ക് തിരിച്ചു പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. താഴെ ഒരു കഞ്ഞിക്കട ഉണ്ടായിരുന്നു. ഗൂഗിൾ പേയും കൂടി ചെയ്യണം. ഇവിടെ ഒരു നെറ്റ് ഒന്ന് നോക്കിയിട്ട് ഒരു രക്ഷയില്ല ഇവിടെ. പോലെ